ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ദീപ ഹിയർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കൊണ്ട് നമ്മൾ കണ്ടീഷൻ സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂപ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ് ലൂപ്സ്. നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ്. സോ ലൂപ്സിനകത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് എന്തിനാണ് ലൂപ്പ്? നമുക്കൊരു സെറ്റ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടാസ്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, റിപ്പീറ്റേഷൻ, അതിനു വേണ്ടിയാണ് നമ്മൾ ലൂപ്സ് ഉപയോഗിക്കുന്നത്. മെയിൻലി നമുക്ക് 3 ലൂപ്പാണുള്ളത്. ഓക്കെ, വൈൽ, ഡു വൈൽ ആൻഡ് ഫോർ ലൂപ്പ്. ഓക്കെ, ഇതിനകത്ത് 3 ലൂപ്പും നമ്മൾ 3 എന്താണ് ലൂപ്പിന്റെ പർപ്പസ് ഒന്ന് തന്നെയാണ്. വർക്കിങ്ങിന് ചെറിയ വ്യത്യാസം, അതിന്റെ സിന്റാക്സിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പിലേക്ക് പോകാം. Okay, just create another file. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് ഇൻ മെയിൻ. സോറി, നമുക്ക് ഓയിഡ് മെയിൻ എഴുതാം. നമ്മളെന്തായാലും ചുമ്മാ ഇൻ മെയിൻ എഴുതിയ സമയം കാരണം ഓയിഡ് മെയിൻ. റിട്ടേൺ 0 നമുക്ക് സ്പെസിഫൈ ചെയ്യണ്ട. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് യൂസറിൻ്റെ അടുത്തുനിന്ന് നമ്പർ മേടിക്കുന്നു. അപ് ടു ആ നമ്പർ നമ്മൾ ഇൻഡിജേഴ്സ് 0 തൊട്ട് ആ നമ്പർ വരെ പ്രിന്റ് ചെയ്യണം. സോ അതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ 5 എൻ്റർ ചെയ്യുന്നതെങ്കിൽ 1 പ്രിന്റ് ചെയ്യണം, 2 പ്രിന്റ് ചെയ്യണം, 3 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര പ്രിന്റ് ഓഫ് എഴുതേണ്ടി വരും? സോ അതിന് വേണ്ടി അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ലൂപ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് റിപ്പീറ്റ് ആയിട്ടൊരു സംഭവം ചെയ്യണം. സോ അവിടെ പ്രിന്റ് ഓഫ് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3, പ്രിന്റ് 4, അങ്ങനെ അതാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏത് ലൂപ്പ് എടുത്താലും 3 ക്വസ്റ്റ്യൻസും ഉണ്ട്. 3 ലൂപ്പ് ഉള്ളതുപോലെ 3 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഫസ്റ്റ്, വേർ ടു സ്റ്റാർട്ട്, എവിടെ നിന്ന് തുടങ്ങണം. 2, എന്താണ് ലൂപ്പ് വർക്ക് ചെയ്യേണ്ട കണ്ടീഷൻ. 3, അല്ലെങ്കിൽ എവിടെ വരെ പോകണമെന്നുള്ളതാണ് 2. 3, ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് എന്ത് ചെയ്യണം. ഓക്കെ, ഈ 3 ചോദ്യം. ഫസ്റ്റ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ്, വാട്ട് ഈസ് ദ കണ്ടീഷൻ, അല്ലെങ്കിൽ എവിടെ വരെ പോകണം. 3ാമത്തെ കണ്ടീഷൻ, ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണം. സോ നമുക്ക് ഈ ലൂപ്പ് റൺ ചെയ്യാൻ നമ്മൾ സാധാരണ ലൂപ്പ് വേരിയബിൾസ് എടുക്കാറുണ്ട്. കോമൺലി എടുക്കുന്ന ലൂപ്പ് വേരിയബിൾ ആണ് ഐ. ഇനി നമുക്ക് വൈൽ ലൂപ്പിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അത് എവിടെയാണ്? നമ്മുടെ വോയിഡ് മെയിൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. അവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടി വരും, എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് അതൊന്നും ചെയ്ത് നോക്കാം. ഫസ്റ്റ്, വേരിയബിൾ ഡിക്ലറേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ലൂപ്പ് വേരിയബിളായിട്ട് ഞാൻ എ എടുക്കുന്നു. ഏത് വേരിയബിളും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേരിയബിളും എടുക്കാം. ആൻഡ് ജസ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0 നിന്നാണ്. സോ ഞാൻ i = 0 എന്ന് കൊടുത്തു. ആൻഡ് ഇൻറ്റ് നമ്പർ വേണം, എവിടെ വരെ പോകണമെന്നുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ നമ്പർ എടുക്കണം. ലാസ്റ്റ് നമ്പർ, നമ്മൾ 0 തൊട്ട് ആ നമ്പർ വരെയാണ് പോകുന്നത്. സോ ലാസ്റ്റ് നമ്പർ. സ്കാനർ ഇൻഡിജർ നമ്പർ ആണ്. സോ %t നമ്പർ. വൈലിന്റെ സിന്റാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് വൈൽ എഴുതുക. നമുക്ക് എവിടെ തുടങ്ങണമെന്ന് കിട്ടി, i = 0 എന്നാണ് തുടങ്ങേണ്ടത്. സോ വൈൽ. ഇനി എവിടെ വരെ പോകണം, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. വൈൽ എനിക്ക് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാരണം എനിക്ക് ആ നമ്പർ വരെയും പ്രിന്റ് ചെയ്യണം. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് വർക്ക് ചെയ്യേണ്ടതില്ല. സോ ഇവിടെ പ്രിന്റ് ഓഫ് %t. ഇവിടെ i ആണോ നമ്പർ ആണോ പ്രിന്റ് ആക്കേണ്ടത്? ഇവിടെ നമുക്ക് i ആണ് പ്രിന്റ് ആക്കേണ്ടത്. കാരണം എന്താ, i ആണ് 0 തൊട്ട് ആ നമ്പർ വരെ പോകുന്നത്. സോ എന്ത് ചെയ്യണം, നമുക്ക് i പ്രിന്റ് ആക്കണം. ഇനി ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, i ഒന്ന് കൂട്ടണം. ഇപ്പോൾ 0 ഫസ്റ്റ് സ്റ്റെപ്പിൽ 0 പ്രിന്റ് ആയി,
സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, അത് 1 ആവണം. അപ്പോൾ 1 കൂട്ടുകയാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം i ഈക്വൽ ടു i പ്ലസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിലോ i പ്ലസ് ഈക്വൽ ടു 1. രണ്ട് രീതി എഴുതാം. ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ച് എഴുതുന്നു. ഇനി ഇതല്ലാതെ നമ്മൾ വേറെ ഒന്നോടെ പഠിച്ചില്ലേ, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അത് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ഈ ലൂപ്പിലാണ്. സോ i പ്ലസ് പ്ലസ് 1 കൂട്ടുക. ഓക്കെ, i 1 കൂട്ടുക. ജസ്റ്റ് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ കോഡ് എഴുതി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. സോ ജസ്റ്റ് i എൻ്റർ 5 0 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ കിട്ടിയോ നോക്കാം. ജസ്റ്റ് i എവിടെ തുടങ്ങണമെന്ന് നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചേക്കാണ് i ഈക്വൽ ടു 0 എന്ന്, എവിടെ തുടങ്ങണം എന്നുള്ളത്. ആൻഡ് എവിടെ വരെ പോകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ വരെ പോകണം, നമ്പർ വരെ പോകണം. അതായത് i ഇങ്ങനെ കൂടി 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 നമ്പർ വരെ പോകണം. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണമെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, i പ്ലസ് പ്ലസ്. ഇനി ഈ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് i ഈക്വൽ ടു 0 എടുക്കുന്നു, ദെൻ നമ്മുടെ നമ്പർ എടുക്കുന്നു. നമ്പർ എടുത്തതിന് ശേഷം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു, 0 ലെസ് ദാൻ നമ്പർ ആണ്. ഇപ്പോൾ നമ്മുടെ കേസിൽ 5 ആണ്, 0 ലെസ് ദാൻ 5 ആണ്. സോ ലൂപ്പിന്റെ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ വന്ന നമ്പർ i ഈക്വൽ ടു 0 ആണ്. സോ 0 പ്രിൻ്റാക്കി. 0 പ്രിൻ്റാക്കിയതിന് ശേഷം i പ്ലസ് പ്ലസ് ആണ്. പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, 1 കൂട്ടണം. കൂട്ടുമ്പോൾ എത്രയാണ്, 1 ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് പ്ലസ് പ്ലസ് ആയി ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പോസ്റ്റ് ഇൻക്രിമെന്റും പ്രീ ഇൻക്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ ഓപ്പറേറ്റേഴ്സിന്റെ സെക്കൻഡ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. സോ അത് വാച്ച് ചെയ്യാത്തവർ വാച്ച് ചെയ്യാം. ദെൻ i പ്ലസ് പ്ലസ്, അതിനുശേഷം 1 ആയി. വീണ്ടും നമ്മൾ ഇവിടെ വരും, ഈ കണ്ടീഷൻ ഇങ്ങോട്ട് വരും, ചെക്ക് ചെയ്യുന്നു 1 ലെസ് ദാൻ 5 ആണോ, ആണ്. സോ എന്ത് ചെയ്യും, 1 പ്രിന്റ് ആക്കും. ഇനി വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നു, 2 ആവുന്നു, 2 പ്രിന്റ് ആക്കുന്നു, 3 പ്രിന്റ് ആക്കുന്നു, ആൻഡ് 4 ഉണ്ടാക്കുന്നു. 4 ലെസ് ദാൻ 5 ആണ്. ഇനി 5 വരുമ്പോൾ ലെസ് ദാൻ 5 അല്ല, ഈക്വൽ ടു 5 ആണ്. ലെസ് ദാൻ 5 ഒരിക്കലും ആവത്തില്ല, 5 ലെസ് ദാൻ 5 അല്ല. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പിന്റെ വർക്ക്. ഓക്കെ, വൈൽ ലൂപ്പിന്റെ വർക്ക് ഇങ്ങനെയാണ്. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. റിപ്പീറ്റ് ആയിട്ട് ലൂപ്പിന് ഇപ്പൊ എങ്ങനെയാണ് ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി വൈല് മനസ്സിലാക്കിയെങ്കിൽ ജസ്റ്റ് ഡു വൈൽ ഒരു പാടുമില്ല. നമ്മൾ ഇവിടെ എഴുതിയ വയലിന്റെ കണ്ടീഷൻ, നമ്മൾ സിൻടാക്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നിന്ന് വയൽ എടുക്കുക, അവിടോട്ട് ഡൂ ചേർക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ആ ഡൂവിന്റെ കേളി എൻഡ് ചെയ്യുന്ന അവിടെ നമ്മുടെ വയൽ എഴുതുക, ആ കണ്ടീഷൻ കൊടുക്കുക. ഇവിടെ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇപ്പോൾ സം കേസസ്, ഇപ്പോൾ മെനു ഡ്രിവൺ കാൽക്കുലേറ്റർ, നമ്മൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് സംഭവം എന്നുള്ളത്. സോ നമ്മളെ ഡു ആദ്യം നമുക്കൊരു പ്രോസസ്സ് ചെയ്യണം, അതിനുശേഷം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒരു പ്രോസസ്സ് ചെയ്യണം, അതിനുശേഷം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. സോ അങ്ങനെയുള്ള പ്രോസസ്സിലാണ് നമ്മൾ ഡു വൈൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിന്റെ സിൻടാക്സ് എങ്ങനെയാണ്, ആൻഡ് വൈലിൽ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞത്, ആദ്യം ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ആ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാം. ദെൻ അതിനുശേഷം വൈലിൽ കണ്ടീഷൻ കൊടുക്കുക, എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുമോ ഇല്ലയോ നോക്കാം. ജസ്റ്റ് 5 ഉണ്ട്, 0 1 2 3 4 5. ഓക്കെ, ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് i ഈക്വൽ ടു 0 പ്രിൻ്റാക്കി കഴിഞ്ഞു. പ്ലസ് പ്ലസ് 1 ആണ്, 1 ലെസ് ദാൻ 5 ആണ്. സോ പ്രിൻ്റാക്കുന്നു. അങ്ങനെ വീണ്ടും ഇവിടെ വരുന്നു, അത് പ്രിൻ്റാക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണ്. സോ ഇതിൻ്റെ അകത്തേക്ക് വരുന്നു, അത് പ്രിൻ്റാക്കുന്നു. 2 ആവുന്നു, അത് പ്രിൻ്റാക്കുന്നു. 4 ആവുന്നു, പ്രിൻ്റാക്കുന്നു. 5 ആവുന്നു. 6 ആവുമ്പോൾ എന്ത് ചെയ്യും, എക്സിറ്റ് ആവും. ഞാൻ വയലിനകത്ത് അത് പറയാൻ പറഞ്ഞു. 6 ആവുമ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും, കാരണം ആ കണ്ടീഷൻ ട്രൂ അല്ല. ഇഫൽസ് നമ്മൾ ഇഫൽസ് പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എക്സിറ്റ് ആവും. ഇതാണ് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും. ഇനി ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ ഫോർ ലൂപ്പ് വളരെ സിമ്പിളാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഇനിഷ്യലൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എപ്പോഴും ഈ ഇനിഷ്യലൈസിങ് എന്ന് പറയുന്ന സംഭവം പാടാണ്. അല്ലെങ്കിൽ മേളിൽ പോയിട്ട് അല്ലെങ്കിൽ ലൈൻ്റെ ഏതെങ്കിലും ഇടയ്ക്ക് എഴുതി വെക്കുന്നത് ഭയങ്കര പാടാണ്. നമ്മൾ കമൻറ്റ് ചെയ്യണം, പെട്ടെന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് എടുക്കണമെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇച്ചിരി കൂടി ഈസി ആയിട്ട് നമുക്ക് തന്നെയാണ് ഫോർ ലൂപ്പ്. നമുക്ക് ഈ ഇതുണ്ടാകുമ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ജസ്റ്റ് 4 എഴുതുക, അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, i ഈക്വൽ ടു ഇവിടെ തന്നെയാണ്. 3 കണ്ടീഷനും നമ്മൾ ഇവിടെ തന്നെ എഴുതാൻ പോകണം. i അവിടെ സ്റ്റാർട്ട് ചെയ്യണം.
എനിക്ക് 0 സ്റ്റാർട്ട് ചെയ്യണം. ഐ എവിടെ വരെ പോകണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ വരെ പോകണം. ദെൻ ഐ എന്ത് ചെയ്യണം? ഐ പ്ലസ് പ്ലസ് ചെയ്യണം. 3 കണ്ടീഷനും നമ്മൾ ആ ബ്രാക്കറ്റിൽ എഴുതി വിത്ത് സെമിക്കോളൻ. ഓക്കെ, ദെൻ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. സെയിം, ഒരു പ്രശ്നമില്ല. ഫോർ ലൂപ്പ് ഇച്ചിലൂടെ സിമ്പിൾ ആണല്ലേ, നമ്മൾ മറ്റേത് വെച്ച് നോക്കുമ്പോൾ. ഫോർ ഐ ഈക്വൽ ടു 0 കൊടുക്കുന്നു, ഐ ലെസ് ദാൻ നമ്പർ, ഐ പ്ലസ് പ്ലസ്. ഇതാണ് ഫോർ ലൂപ്പിന്റെ വർക്ക്. ഓക്കെ, ഐ ഹോപ്പ് ഇത് ക്ലിയർ ആയെന്ന്. ഫോർ ലൂപ്പ് ഇച്ചിലൂടെ സിമ്പിൾ ആണ്. ജസ്റ്റ് എല്ലാ കണ്ടീഷനും നമ്മൾ അതിന്റെ ബ്രാക്കറ്റ് പരാന്തസിന്റെ ഉള്ളിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. നിങ്ങൾക്ക് ഏത് ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി 2 ലൂപ്പ് കൂടെ വെച്ച് അതൊന്ന് ചെയ്ത് നോക്കുക. ദെൻ നമ്മൾ നമ്പർ എടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ പുതിയൊരു കമന്റിങ് രീതിയോടെ പറഞ്ഞുതരാം. // സ്റ്റാർ // ഇത് മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കമാൻഡ്സിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ // ഇട്ടാൽ എന്താ, ആ ഒരു ലൈൻ മാത്രമേ കമന്റ് ആവും. ബട്ട് ഇതിന്റെ അകത്ത് എഴുതുന്നത് എത്രത്തോളം നമ്മൾ എഴുതുന്നു, ഇതിന് ശേഷം ഇതിന്റെ അകത്ത് തുടങ്ങി ഇതിന്റെ അകത്ത് എഴുതുന്ന എല്ലാം കമന്റ് ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് എഴുതുന്ന എല്ലാം കമന്റ് ആണ്. // ഓക്കെ, ജസ്റ്റ് നമ്മളെങ്ങനെ ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യുന്നത്? 1 ഇപ്പോൾ 2 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ 2 ഈക്വൽ ടു 2 സ്റ്റാർ 2 ഈക്വൽ ടു 4 3 സ്റ്റാർ 2 ഈക്വൽ ടു 6. ഇങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ആക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു വേരിയബിൾ മാറിപ്പോകുന്നുണ്ട്, ഒരു വേരിയബിൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? യൂസറിന്റെ അടുത്താണ് എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധമുണ്ടാവേണ്ട ആവശ്യമില്ല. ഇത് 1 2 3 10 വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ് ടു 10 വരെയാണ്. 10 into 2 equal to 20. Sorry, 20. അപ്പോൾ അത് നമുക്കറിയാം, അതൊരു ലൂപ്പ് വേരിയബിൾ ആണ്. ഇത് റിപ്പീറ്റ് ആവുന്നതാണ്, സോ അതൊരു ലൂപ്പ് ആണ്. ദെൻ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഐ എടുക്കുന്നു, എൻ്റെ നമ്പർ, ജസ്റ്റ് എൻ്റെ നമ്പർ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്പർ എടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് 2 രീതി, ഇവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടണം. ഐ എവിടെ സ്റ്റാർട്ട് ആക്കണം? 1 സ്റ്റാർട്ട് ആക്കണം. എവിടെ വരെ പോകണം? 10 വരെ പോകണം. ഐ പ്ലസ് പ്ലസ്. സോ നമ്മൾ 1 സ്റ്റാർട്ടാക്കി 10 വരെ പോകണം. ഇവിടെ നമുക്ക് 2 രീതി. ഈ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് നമുക്ക് സപ്പോസ് സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലാതെ ഇത് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ അപ്പം തന്നെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യണ്ട? സ്റ്റോർ ചെയ്ത് വെക്കേണ്ട, നമുക്ക് ജസ്റ്റ് അത് പ്രിന്റ് ചെയ്താൽ മതി. സോ ഞാൻ ഇവിടെ ഒരു പ്രിന്റപ്പ് മാത്രമേ എഴുതുന്നുള്ളൂ. പ്രിന്റപ്പ് ഫസ്റ്റ് നമുക്ക് %t, ഇതിൻ്റെ അകത്ത് നമുക്ക് x യൂസ് ചെയ്യാം. വൈ? ബിക്കോസ് എന്താ, നമ്മൾ ആ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് എഴുതിയാലും അത് അതേപോലെ പ്രിന്റ് ആവും. ഇവിടെ സ്മോളോ എന്താണ് ക്യാപിറ്റലോ ഏത് എച്ച് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ക്രോസ് സിമ്പിളായിട്ട്. then %d and multiplication result also be %d. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് രീതിയിലാണോ കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ കൊടുക്കുക. ഫസ്റ്റ് ഐ ആണ് വരുന്നത്, സെക്കൻഡ് നമ്പർ ആണ് വരുന്നത്, മൂന്നാമത്തേത് എന്താ വരുന്നത്? നം സ്റ്റാർ ഐ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സി എന്നോ അല്ലെങ്കിൽ വേറെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് ഇവിടെ അസൈൻ ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസൾട്ട് ഇവിടെ റിസൾട്ട് ഈക്വൽ ടു ഈ സംഭവം നം സ്റ്റാർ ആയി. ഇവിടെ നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്താൽ മതി. സോ
രജിസ്റ്റർ അല്ല റിസൾട്ട്. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരിയുടെ മെമ്മറി ഉപയോഗിക്കുന്നു, അതായത് ഒരു വേരിയബിളോട് വെക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ആ വേരിയബിൾ പിന്നെ നമ്മൾ ആക്സസ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് പ്രിന്റ് ചെയ്തു. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്പർ നമ്മൾ 2 ആണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ നോക്കിയാൽ ലീനർ ആയിട്ട് വന്നേ. നമുക്ക് ഒരു കാര്യം ഇവിടെ വേണം, ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്ത ലൈനിലോട്ട് പോകണം. സോ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, എസ്കേപ്പ് ക്ലിയർ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളായി 1 into 2, 2 into 2, 3 into 2 ആൻഡ് അത് കറക്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെയാണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയാണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് 2 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു, i = 1 കൊടുക്കുന്നു, അത് പ്രിന്റ് ആക്കുന്നു 1 into 2 ആൻഡ് അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ആക്കും. ആൻഡ് അതിനുശേഷം ഇവിടെ വരുന്നു കണ്ടീഷൻ ഇൻക്രിമെന്റ് ചെയ്യുന്നു അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഇൻക്രിമെന്റ് ചെയ്തിട്ട് 2 ആക്കുന്നു ആൻഡ് അത് പ്രിന്റ് ആക്കും. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സപ്പോസ് ഞാൻ ഇച്ചിരി കോംപ്ലക്സ് ആക്കാൻ പോകും. ഇപ്പൊ നമ്മൾ 1 to 10 പ്രിന്റ് ചെയ്ത് എനിക്കിത് തിരിച്ചാക്കണം, 10 to 1 ആക്കണം. ഓക്കെ, 10 to 1 ആക്കാൻ നമ്മൾ എവിടെ തുടങ്ങണം, 10ൽ തുടങ്ങണം. എവിടെ വരെ പോകണം, ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്നെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുക, അത് ഇച്ചിരി ക്ലാരിഫിക്കേഷൻ ആവും. അല്ലെങ്കിൽ ലെസ് ദാൻ 11 എന്ന് കൊടുക്കുക. രണ്ടും ഒരേ റിസൾട്ട് തന്നെയാണ്. ഇവിടെ അതേപോലെ കൊടുക്കാം. ഒന്നെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ആൻഡ് ഇവിടെ കുറഞ്ഞ് വരുന്നതുകൊണ്ട് എന്ത് കൊടുക്കണം, -. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റോ ഫ്രീയോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം പോസ്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്ന് മാത്രം കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു 1, അതാണ് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യുന്നത്. മീൻസ് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം എവിടെ വരെ റൺ ചെയ്യുന്നത്. സോ ക്ലിയർ നമ്പർ ഈസ് 2 ഇൻവെർട്ടായി. ഇങ്ങനെ ഓരോ ടേബിൾ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 3 ലൂപ്പ് വെച്ച് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നേരെ പ്രിന്റ് ചെയ്യാം, ദെൻ അത് കഴിഞ്ഞിട്ട് അല്ലാതെ പ്രിന്റ് ആക്കുക. മീൻസ് ഇൻവെർട്ടഡ് ആക്കുക, 10 to 1 ആക്കുക. ഓരോ ലോജിക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലൂപ്പിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്സ് നോക്കാം. അതായത് 2 ക്വസ്റ്റ്യൻസ്, അടുത്ത വീഡിയോ എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒരു മെനു ഡ്രിവൺ കാൽക്കുലേറ്റർ, എന്താണ് മെനു ഡ്രിവൺ കാൽക്കുലേറ്റർ എന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറയാം. അതിനുശേഷം ഉള്ളൊരു വീഡിയോ നമ്മളൊരു സംഭവം പറയാൻ പോവാണ്, ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ഒരു 3 കീവേഡ്സ് ആണ്, ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. അതെന്തിനാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ആ വീഡിയോയിൽ തന്നെ നമുക്ക് ഫോർ ലൂപ്പിന്റെ ഒരു നോട്ട് ചെയ്യാനുണ്ട്, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം, അതുകൂടി ചെയ്യണം. അതൊരു വീഡിയോ ആയിട്ട് വരും. അത് കൃത്യസമയം നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ മീൻസ് എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കത്തില്ല അത് വരുന്നത്. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കീവേഡ്സ് ആണ്. അതെങ്ങനെ യൂസ് ചെയ്യണം, അതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഒരു 6 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് വീഡിയോ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഫങ്ഷൻസ് പറയാം. ഓക്കെ, ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കേൾക്കുക. ആൻഡ് അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, അത് കേട്ടാലും ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ പറ്റും. ദെൻ അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി, ലൂപ്സ് ആണ്. ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന്. വി വിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ടിൽ ദെൻ ബൈ.